എല്ലാവർക്കും നമസ്കാരം. സ്റ്റഡി സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. തുടർന്നുള്ള ക്ലാസ്സുകളെല്ലാം സ്റ്റഡി സോണിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. സോ ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥയുടെ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അന്തസ്രാവി വ്യവസ്ഥയെക്കുറിച്ചാണ്. അതായത് അന്തസ്രാവി ഗ്രന്ഥികളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെയും കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ മെയിനായിട്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. സോ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ എവിടെയാണ്, അതായത് 2 ദളങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതെല്ലാം എന്നായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് അല്ലേ. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, നമ്മൾ പറഞ്ഞു പിന്തളം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പിന്തളമായിട്ടുള്ളത് ആരാണ്? ന്യൂറോ ഹൈപ്പോഫൈസിസ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ന്യൂറോ ഹൈപ്പോഫൈസിസ് ഗ്രന്ഥിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് പിന്തളമായിട്ട് അറിയപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതാണ് പിന്തളം എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. 2 ദളങ്ങളുണ്ട്, അതിൽ ഇതായിരുന്നു നമ്മൾ പിന്തളമായിട്ട് പറഞ്ഞിരുന്നത്. സോ ന്യൂറോ ഹൈപ്പോഫൈസിസ് മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതിൻ്റെ മെയിനായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഒന്ന് എന്താണ്, ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ്? ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്താണ്? വാസോപ്രസിൻ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആൻറ്റി ഡയോററ്റിക് ഹോർമോൺ ആയിട്ടുള്ള വാസോപ്രസിൻ കിഡ്നിയിലേക്ക്, അതെവിടേക്കാണ് ആക്ട് ചെയ്യുന്നത്? കിഡ്നിയിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ ധർമ്മം എന്നാണ് ഞാൻ പറഞ്ഞത്? ന്യൂറോ ഹൈപ്പോഫൈസിസിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്? മുൻതളങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നത്, അതായത് മുൻതളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്നായിരുന്നു നമ്മൾ പറഞ്ഞു. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, തൈറോയിഡിനെ ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, ഉത്തേജിപ്പിക്കുന്ന ഹോർമോണായിട്ടുള്ള TSH അല്ലെങ്കിൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക, ഉൽപ്പാദിപ്പിക്കുക. ദെൻ അഡ്രീനൽ ഗ്ലാൻഡിലെ, കിഡ്നിയുടെ മുകളിലായിട്ട് ക്യാപ്പ് പോലെ കാണുന്ന അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ അഡ്രീനൽ കോർട്ടെക്സിനെ ഉത്തേജിപ്പിക്കുക, അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിൻ എന്ന് പറയുന്ന ഹോർമോൺ. ദെൻ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ വളർച്ചാ ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുക. പിന്നെ ഗൊണാഡോട്രോഫിൻസ് ആയി ഏതൊക്കെയാണ്? FSHും LHുമാണ് ഗൊണാഡോട്രോഫിക് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇത് ആരെയാണ് ഉത്തേജിപ്പിക്കുന്നത്? ഏത് അവയവത്തെയാണ് ഉത്തേജിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓവറിയും അണ്ഡാശയവും അതേപോലെ തന്നെ ടെസ്റ്റിസിനെയാണ്. ഓക്കെ, സോ ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ ധർമ്മങ്ങളും കൂടെ നോക്കാം. സോ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഇവിടെ പറഞ്ഞിരിക്കുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇനി അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ എന്ന് പറയുന്നത് അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ് ആണ്. 2 എണ്ണം ഉണ്ട്, ഒന്ന് കോർട്ടെക്സ് ആണ്, മറ്റേത് ഏതാണ്? മെഡുല്ലയാണ്. 2 എണ്ണം ഉണ്ട്, ഒന്ന് മെഡുല്ലയാണ്. സോ അഡ്രീനോ ട്രോഫിക് ഹോർമോൺ എന്ന് പറയുന്നത് അഡ്രീനൽ കോർട്ടെക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ആളാണ്. ഇനി ഗൊണാഡോട്രോഫിക് ഹോർമോൺ എന്ന് പറയുന്നത് പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനത്തിലും സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനവും ഉത്തേജിപ്പിക്കുക എന്നതാണ്. വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത് ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ മുലപ്പാൽ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാം അല്ലേ. ഇത് ഓക്സിറ്റോസിൻ ആണ്. അതായത് മുലപ്പാൽ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് പ്രൊലാക്റ്റിനെ സഹായിക്കുന്ന ആളാണ് ആര്? ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രൊലാക്റ്റിൻ്റെ ഫങ്ഷൻ മുലപ്പാൽ ഉൽപ്പാദനമാണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി ഇവിടെ നോക്കാം, നമ്മൾ പറഞ്ഞു വളർച്ചാ ഹോർമോണായിട്ടുള്ള സൊമാറ്റോട്രോപ്പിനെ കുറിച്ച് അല്ലേ. വളർച്ചാ ഹോർമോണായിട്ടുള്ള സൊമാറ്റോട്രോപ്പിൻ, ഈ സൊമാറ്റോട്രോപ്പിൻ കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ
ശരീരത്തിൻ്റെ വളർച്ചാഘട്ടത്തിൽ ഈ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഹോർമോണ് നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെ വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വാമനത്വം. എന്താണ്? വാമനത്വം. വാമനത്വം എന്ന് പറഞ്ഞാൽ ഡോർഫിസം. എന്താണ്? ഡോർഫിസം. വാമനത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോർഫിസമാണ്. എന്നാൽ ഈ സൊമാറ്റോട്രോഫിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, കൂടിയാൽ എന്ന് പറഞ്ഞാൽ എന്തിലേക്കാണ് അത് നടക്കുക? എന്തിലേക്കാണ് നയിക്കുന്നത്? അതായത് ശരീര വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന വളർച്ചാ ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞാൽ അത് വാമനത്വത്തിലേക്കും, എന്നാൽ അതിൻ്റെ അളവ് ശരീര വളർച്ചയുടെ ഘട്ടത്തിൽ അധികമായാൽ അമിതമായ വളർച്ച ഉണ്ടാവുകയും അതിനെ ഭീമാകാരത്വം എന്നും പറയും. എന്താ പറയുക? ഭീമാകാരത്വം. ഓക്കെ, അതായത് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ വലിയൊരു മനുഷ്യനായിട്ട് മാറും, ഭീമാകാരത്വമായിട്ട് മാറും. ജൈജാൻറ്റിസം എന്ന് പറയും നമ്മൾ. ഭീമാകാരത്വം എന്ന് പറഞ്ഞാൽ ജൈജാൻറ്റിസം. ഓക്കെ, ഭീമാകാരത്വം എന്ന് പറഞ്ഞാൽ ജൈജാൻറ്റിസം. വാമനത്വം എന്ന് പറഞ്ഞാൽ ചെറുതായി പോവുക, കുറുതായി പോവുക. ഓക്കെ, സോ അതാണ് എന്ത്? വാമനത്വവും ഭീമാകാരത്വവും. അപ്പം വേറൊരു കാര്യം ഉണ്ടാവും, ശരീര വളർച്ചാ ഘട്ടത്തിന് ശേഷം. അപ്പോൾ ഈ രണ്ടവസ്ഥയും, വാമനത്വവും ഭീമാകാരത്വവും ഏത് അവസ്ഥയിലുള്ളതാണ്? വളർച്ചാ ഘട്ടത്തിലാണ്. വളർച്ചാ ഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. വളർച്ചാ ഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ വളർച്ചാ ഘട്ടത്തിന് ശേഷമാണെങ്കിലോ? വളർച്ചാ ഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം വന്നു കഴിഞ്ഞാൽ മുഖം, എവിടേക്കാണ്? മുഖം, പിന്നെ ഏതാണ്? താടിയെല്ല്, അതേപോലെ തന്നെ വിരൽ, ഇതൊക്കെ കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇവിടെയൊക്കെ എന്താ തുടങ്ങും? അസ്ഥികളൊക്കെ, ഇവിടെയുള്ള അസ്ഥികളൊക്കെ വളരാൻ തുടങ്ങും. അസ്ഥികൾ വളരുന്നു. ഇങ്ങനെയുള്ള ഈ രോഗത്തിന് പറയുന്ന പേരാണെന്ത്? അക്രോമെഗലി. എന്താണ്? അക്രോമെഗലി. സോ വളർച്ചാ ഘട്ടത്തിലാണെങ്കിൽ ഉണ്ടാവുന്ന രണ്ടെണ്ണാണ് ഇത്? വാമനത്വവും ഭീമാകാരത്വവും. വാമനത്വവും ഭീമാകാരത്വവും എപ്പോഴാണ് ഉണ്ടാകുന്നത്? വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന് വരുന്ന കുറവും കൂടുതലും കൊണ്ടാണ്. എന്നാൽ വളർച്ചാ ഘട്ടത്തിന് ശേഷം മുഖം, താടിയെല്ല്, വിരൽ എന്നിവയിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണെന്ത്? സോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഇതാണെന്ത്? ഡോർഫിസം എന്ന് പറഞ്ഞാൽ ഇതാണെന്ത്? ഡോർഫിസം, അല്ലെങ്കിൽ നമുക്ക് പറയാം വാമനത്വം. എന്താണ്? വാമനത്വം. ഓക്കെ, അതായത് ഉയരം കുറയുന്ന അവസ്ഥ. ഇനി ഇതാണെന്ത്? ജൈജാൻറ്റിസം. ജൈജാൻറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജൈജാൻറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭീമാകാരത്വം. ഇതാണെന്ത്? അക്രോമെഗാലി. അതായത് നമ്മുടെ കൈവിരലിലെ അസ്ഥി, താടിയെല്ല്, അതേപോലെ തന്നെ മുഖം, ഇതൊക്കെ എന്താ? അവിടുത്തെ അസ്ഥികളൊക്കെ എന്ത് ചെയ്യാണ്? വളരുന്ന അവസ്ഥയാണ് അക്രോമെഗാലി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഉയര കൂടുതലാണ് എന്ത്? ഭീമാകാരത്വം എന്ന് പറഞ്ഞാൽ. ഉയര കുറവാണെന്ത്? ഡോർഫിസം. സോ ഇത് രണ്ടും വളർച്ചാ ഘട്ടത്തിൽ നടക്കുന്നതാണ്. ഇത് ഭീമാകാരത്വം എന്തുകൊണ്ടാണ്? സൊമാറ്റോട്രോഫിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുന്നത് കൊണ്ടാണ്. സൊമാറ്റോട്രോഫിൻ ഹോർമോൺ കൂടുന്നത് കൊണ്ടും ഇത് സൊമാറ്റോട്രോഫിൻ ഹോർമോൺ എന്തോ ചെയ്യുന്നത് കൊണ്ടാണ്? കുറയുന്നത് കൊണ്ടുമാണ് ഇത് രണ്ടും ഉണ്ടാകുന്നത്. എന്നാൽ ഈ അക്രോമെഗാലി എന്ന് പറയുന്നത് വളർച്ചാ ഘട്ടത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നതാണ്? സൊമാറ്റോട്രോപ്പിൻ ഹോർമോണ് കൂടുന്ന അവസ്ഥയാണെന്ത്? അക്രോമെഗാലി എന്ന് പറയുന്നത്. സോ വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ അതാണ് ഏത്? വളർച്ചാ ഹോർമോൺ.
വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണിത് വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ഇതിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വാമനത്വം, ഭീമാകാരത്വം, അക്രോമെഗാലി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹൈപ്പോതലാമസിനെ കുറിച്ചിട്ട് പഠിക്കാം. ഹൈപ്പോതലാമസ്. ഓക്കെ, സോ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഒരേ ഒരു ന്യൂറോക്രൈൻ ഗ്രന്ഥി, ഒരേ ഒരു ന്യൂറോക്രൈൻ ഒരേ ഒരു ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഇത് നമ്മുടെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. സോ എല്ലാ ഗ്രന്ഥികളെയും, അതായത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി, സോ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്നത്, എല്ലാ അന്തഃസ്രാവി ഗ്രന്ഥിയെയും നിയന്ത്രിക്കുന്നത്. എന്നാൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ അതുവഴി മറ്റ് അന്തഃസ്രാവി ഗ്രന്ഥികളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. അത് മറന്നു പോകരുത്. അതായത് നമ്മൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. കാരണം അന്തഃസ്രാവി ഗ്രന്ഥികളെയെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. എന്നാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നിയന്ത്രിക്കുന്നതിൻ്റെ കൂടെ അതിനുള്ളിലുള്ള അന്തഃസ്രാവി ഗ്രന്ഥികളെയും കൂടി നിയന്ത്രിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഇനി ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ് ഓക്സിറ്റോസിൻ. ഒന്ന് ഏതാണ്? ഓക്സിറ്റോസിൻ. രണ്ടാമത്തേതാണ് ഇത് വാസോപ്രസിൻ. രണ്ടാമത്തേതാണ് വാസോപ്രസിൻ. ഓക്കെ, 2 ഹോർമോണുകളാണ് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് ഓക്സിറ്റോസിൻ ആണ്, രണ്ടാമത്തേത് വാസോപ്രസിൻ ആണ്. സോ നമുക്ക് ഈ ഓക്സിറ്റോസിൻ്റെയും വാസോപ്രസിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഓക്സിറ്റോസിൻ്റെ ഫംഗ്ഷൻ എന്ന് നോക്കാം. സോ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് എവിടേക്കാണ് കാണുന്നത്? നമ്മൾ നേരത്തെ ആ പിക്ചർ കാണിച്ചപ്പോൾ കണ്ടിരുന്നു അല്ലേ? ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതാ ഓക്സിറ്റോസിൻ. ഒന്ന് എന്താണ്? മാമറി ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നതാണ്. മുലപ്പാൽ ഉണ്ടാക്കുന്നത് ആരാണ്? പ്രൊലാക്റ്റിൻ ആണ്. മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നത് ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. അതേപോലെ തന്നെ ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളുടെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനുമൊക്കെ സഹായിക്കുന്നത് ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. സോ ഓക്സിറ്റോസിൻ്റെ ഫങ്ഷൻസ് ഇവിടെ എന്തൊക്കെ നമുക്ക് എഴുതാം? ഒന്ന്, മുലപ്പാൽ ചുരത്താൻ. രണ്ടാമത് എന്തിനാണ്? പ്രസവം സുഗമമാക്കാൻ. മൂന്നാമത് എന്താണ്? മുലപ്പാൽ ചുരത്താൻ. നമ്മളത് പറഞ്ഞല്ലോ അല്ലേ? പ്രസവം സുഗമമാക്കാൻ. മൂന്നാമതായിട്ട് എന്താണ്? ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളുടെ സങ്കോചത്തിനൊക്കെയാണ് ഓക്സിറ്റോസിൻ സഹായിക്കുന്നത്. എന്നാൽ വാസോപ്രസിൻ എന്തിനാണ് സഹായിക്കുന്നത്? സോ പ്രസവ പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഹോർമോൺ ഏത്? ഓക്സിറ്റോസിൻ. മുലപ്പാൽ ചുരത്തുന്നതിനും പ്രസവം സുഗമമാക്കാനും ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളുടെ സങ്കോചത്തിനും സഹായിക്കുന്ന ഹോർമോൺ ഏത്? ഓക്സിറ്റോസിൻ. ഇനി വാസോപ്രസിൻ ആണ്. അതായത് വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു. ആര്? വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോൺ. സോ വാസോപ്രസിൻ എന്ന ഹോർമോൺ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് അത് രക്തത്തിൽ കലർന്ന് എവിടെയാണ്, ഏത് അവയവത്തിനെയാണ് ആക്ട് ചെയ്യിക്കുന്നത്?
വൃക്കയിലാണ് പോയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ, വൃക്കയിൽ പോയിട്ടാണ് ആ ഒരു ഹോർമോൺ ആക്ട് ചെയ്യുന്നത്. സോ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഹോർമോൺ? ആ ഹോർമോണിൻ്റെ പേരാണ് വാസോപ്രസിൻ. വാസോപ്രസിനെ നമ്മൾ ആൻറ്റി ഡയൂററ്റിക് ADH എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നും പറയും. ഓക്കെ, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നും പറയും. അപ്പോൾ എൻ്റെ ഒരു സംശയം, വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നതാണ് ആര്? വാസോപ്രസിൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് എങ്ങനെയായിരിക്കും? വേനൽക്കാലത്ത് വാസോപ്രസിൻ എന്തായിരിക്കും? വാസോപ്രസിൻ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? വാസോപ്രസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? വൃക്കയിലുള്ള ജലത്തിൻ്റെ പുനരാകിരണത്തിനാണ്. അപ്പോൾ വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? കാരണം എന്താണ്? നമ്മളെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമായിട്ടുള്ള സമയമാണ് വേനൽക്കാലം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മൂത്രത്തിലൂടെ പുറത്ത് കളയാതെ കൂടുതലായിട്ട് ജലം പുനരാകിരണം വൃക്കയിലേക്ക് തന്നെ കടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആളാണ് ആര്? വാസോപ്രസിൻ. സോ വേനൽക്കാലത്ത് വാസോപ്രസിൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്നാൽ മഴക്കാലത്ത് നമ്മളെ ബോഡി അധികം വിയർക്കില്ല അല്ലേ, അല്ലെങ്കിൽ നമ്മളെ ബോഡിയിൽ നിന്ന് അധികം പോകുന്നില്ല, ജലം നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എന്താക്കും? അത് കിഡ്നിയിലൂടെ നമ്മളെ വൃക്കയിലൂടെ എന്ത് ചെയ്യും? യൂറിനായിട്ട് പുറത്തേക്ക് കളയാൻ പറ്റും. സോ മഴക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് എന്തായിരിക്കും? വാസോപ്രസിൻ കുറവായിരിക്കും. സോ വാസോപ്രസിൻ്റെ ഫങ്ഷൻ എന്താണ്? വൃക്കയിലേക്ക് വൃക്കയിൽ നിന്ന് വീണ്ടും ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുകയാണ്. അത് മൂത്രമായി പോവാതെ വൃക്കയിൽ നിന്ന് ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുകയാണ്. എന്നാൽ മഴക്കാലത്ത് നമുക്ക് അധികം ജലാംശത്തിൻ്റെ നഷ്ടപ്പെടുന്നില്ല, നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം അധികമായി നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എന്താണ്? വാസോപ്രസിൻ എന്താണ്? കുറവാണ്. കാരണം അത് വാസോപ്രസിൻ കുറയുന്നതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? ബാത്റൂമിൽ പോകുന്നത് കേട്ടോ. സോ ഇതാണ് ഹൈപ്പോതലാമസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാസോപ്രസിൻ കുറഞ്ഞാൽ, ഈ കണ്ടീഷനിലല്ല കേട്ടോ, സാധാരണയായിട്ട് വാസോപ്രസിൻ കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം എന്താണെന്ന് ചോദിച്ചാൽ, ഏതാ രോഗം? ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ആണ്. ഏതാണ്? ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. എന്നാൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന രോഗത്തിൻ്റെ പേരെന്താണ്? ഡയബറ്റീസ് മെലിറ്റസ്. ഇത് മറന്നു പോകരുത്. ഡയബറ്റീസ്, നിങ്ങൾ ഷുഗറിന് കേൾക്കുമ്പോൾ തന്നെ എന്താണ്? വാസോപ്രസിൻ കുറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് വർദ്ധിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഡയബറ്റീസ് ഇൻസിപ്പിഡസും കൊടുത്തിട്ടുണ്ടാവും, ഡയബറ്റീസ് മെലിറ്റസും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതാ ആൻസർ ആഡ് ചെയ്യുക? ഡയബറ്റീസ് മെലിറ്റസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. കാരണം രക്തത്തിൽ ഗ്ലൂക്കോസ് വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഡയബറ്റീസ് മെലിറ്റസ്. എന്നാൽ